പ്രിയ സുഹൃത്തുക്കളെ, ഹോപോനോപോനോ ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന മണി ബ്ലോക്കുകൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. എൻ്റെ പേര് MK ഷാജി. മണി ബ്ലോക്ക് മാറ്റുന്നു എന്ന് പറയുന്നതിന് പകരം ഇപ്പോഴുള്ള നമ്മുടെ ധനസ്ഥിതി എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ആദ്യമായി ഒരു സ്വസ്ഥമായ സ്ഥലം തിരഞ്ഞെടുക്കണം. സ്വസ്ഥമായ സ്ഥലം എന്ന് പറയുമ്പോൾ ആരും നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റാതെ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലം ആണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ ശാന്തമായി ഇരുന്ന് ഹോപോനോപോനോ മെഡിറ്റേഷൻ ഒന്ന് ചെയ്യുക. എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ അമ്മയെയോ അച്ഛനെയോ മനസ്സിലേക്ക് സങ്കല്പത്തിൽ കൊണ്ടുവരിക. അവരെ സങ്കല്പത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അവരോട് ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് കുറേ പ്രാവശ്യം ആവർത്തിച്ച് പറയുക. ഇത് കുറേ പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായി കാണാം. അതിനുശേഷം നിങ്ങളൊരു ഡയറി എടുക്കുക. ഡയറി എടുത്ത ശേഷം നിങ്ങളൊരു തുക സങ്കല്പിക്കണം. ഒരു എമൗണ്ട് സങ്കല്പിച്ച് അതിലെഴുതുക. ഇനി ആ തുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പ്രയോറിറ്റി ലിസ്റ്റ് പോലെ, അതായത് 1, 2, 3 എന്ന് നമ്പർ ഇട്ട് തന്നെ എഴുതുക. എഴുതിയ ശേഷം അടുത്തൊരു ലൈൻ വരച്ച്, ഒരു കോളം വരച്ചിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്തൊക്കെയായിരിക്കും എന്ന് എഴുതുക. എഴുതിയ ശേഷം ഈ ഡയറി നിങ്ങൾ മടക്കി സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങളൊരു കറൻസി നോട്ടെടുക്കുക. നോട്ടെടുത്ത് ഇടത് കൈയുടെ തമ്പും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പിടിക്കുക. അതിൻ്റെ ഇരുവശവും നന്നായി വീക്ഷിക്കുക. അതായത് നമ്മൾ ഒരു നിമിഷം കണ്ണടച്ചാലും അത് നമ്മൾ ഉള്ളിൽ കാണുന്നതായി അത്ര വ്യക്തമായി കാണാൻ ശ്രമിക്കുക. രണ്ടാമതായി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. നമുക്കറിയാമല്ലോ, പുതിയ നോട്ടുകൾക്ക് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും. ഈ സ്മെല്ല് ചെയ്തതിന് ശേഷം ഈ നോട്ട് തന്നെ ചെറുതായി ചെവിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എണ്ണുമ്പോൾ ഉണ്ടാകാവുന്ന ശബ്ദമില്ലേ, കറൻസി നോട്ടൊക്കെ എണ്ണുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നതായി സങ്കല്പിക്കുക. കണ്ണടച്ച് സങ്കല്പിക്കുക. പിന്നെ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ഈ കറൻസി നോട്ടിനെ ഒന്ന് തടവുക. തടവുമ്പോൾ അതിൻ്റെ ചില പ്രിൻറ്റിങ് പോർഷനൊക്കെ ബഡ്ജ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നല്ല ഫീലിങ്ങോടുകൂടി തടവുക. അതിനുശേഷം കണ്ണുകളടച്ച് ഈ തുകയിൽ നിന്നും, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ തുകയിൽ നിന്നും ഒരു തുകയെടുത്ത് നിങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നതായി സങ്കല്പിക്കുക. നല്ല രുചിയോടുകൂടിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഈ തുകയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കൂടാതെ ഈ തുകയിൽ നിന്ന് തന്നെ കുറച്ച് ധനമെടുത്ത് നിങ്ങൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുന്നതായും സങ്കല്പിക്കുക. ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ കണ്ണുകളടച്ച് ഈ തുക, നിങ്ങൾ എത്രയാണോ ആഗ്രഹിച്ച തുക, അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഡയറി ഓപ്പൺ ചെയ്യുക. ഡയറി ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ നമ്പറിട്ട് എഴുതി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായി ടിക്ക് ചെയ്യുക. അങ്ങനെ ടിക്ക് ചെയ്ത ശേഷം വലതുവശത്തായി എഴുതിയിരിക്കുന്ന ഈ തുക കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നല്ലോ, അതിനെ നന്നായി അങ്ങ് വെട്ടിക്കളയുക. എന്നിട്ട് ഈ ഡയറി വീണ്ടും മടക്കി വെച്ച് പ്രപഞ്ചശക്തിയോട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുക. താങ്ക് യു പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് ഈ ഡയറി ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുകയും ഈ കറൻസി ഒരു പ്രത്യേക പേഴ്സിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം ആവർത്തിക്കണം. ആവർത്തിക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 21 ദിവസവും ഏതെങ്കിലും ഒരു കൃത്യസമയത്തായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതിന് കാരണം ആ സമയം നമ്മളെ ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല, നമുക്ക് സ്വസ്ഥമായി ഇത് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ഏത് സമയമാണോ ആദ്യ ദിവസം ചെയ്യുന്നത്, ആ അടുത്ത 21 ദിവസവും ആ സമയം തന്നെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.
ഇത് നിങ്ങൾ 21 ദിവസം മുടങ്ങാതെ ചെയ്താൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതാണ്. ഇത് ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ പേർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു.